അഴിമതി കേസിൽ വീണ വിജയൻ പ്രതിയാകുന്നതോടെ ഇനി പഴയ വാദങ്ങൾ വിലപ്പോവില്ല. രണ്ട് കമ്പനികൾ തമ്മിലുള്ള ബിസിനസ് ഡീലല്ല മാസപ്പടി എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയെ മാസപ്പടി കേസിൽ രണ്ടാം പ്രതിയായി ചേർത്താണ് SFIO കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. വീണയുടെ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് നൽകാത്ത സേവനത്തിന് ഈ കമ്പനിക്ക് പണം നൽകിയ കരിമണൽ കമ്പനി CMRL, അതിന്റെ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയും ഭാര്യയും ഡയറക്ടറുമായ എംപവർ ഇന്ത്യ എന്നീ പേരുകളാണ് കൂട്ടുപ്രതികളുടെ സ്ഥാനത്തുള്ളത്. നേരത്തെ ആദായനികുതി വകുപ്പിന്റെ അന്വേഷണം നടന്നപ്പോൾ എക്സാലോജിക്കിന് മാസം തോറും CMRL നൽകിക്കൊണ്ടിരുന്ന തുകയുടെ ആകെ കണക്ക് 1.72 കോടി എന്നായിരുന്നു കണ്ടെത്തിയത്. അതിനനുസരിച്ചുള്ള പിഴയൊടുക്കിയാണ് ആദായനികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കേസ് തീർത്തത്. എന്നാൽ ഇപ്പോൾ SFIO അന്വേഷണം കുറ്റപത്രം തയ്യാറാക്കിയപ്പോൾ 2.7 കോടി രൂപയായി ഇത് ഉയർന്നു. എക്സാലോജിക്കിന് CMRL 2.5 കോടിയിലധികം രൂപ നൽകിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതൊന്നും ഒരു സേവനവും നൽകാതെയാണെന്ന് വ്യക്തമായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളടക്കം പ്രതികളെല്ലാം കോടതിയിൽ വിചാരണ നേരിടേണ്ട ഘട്ടമെത്തിയ സാഹചര്യത്തിൽ വീണയെ സംരക്ഷിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി NV ഗോവിന്ദൻ അടക്കമുള്ളവർ ഇതുവരെ ഉന്നയിച്ച വാദങ്ങളൊന്നും ഇനി വില പോവില്ല. രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്നും അതിൽ അസ്വാഭാവികതയൊന്നുമില്ലെന്നും മറ്റാരും ഇടപെടേണ്ട വിഷയമല്ല എന്നുമാണ് NV ഗോവിന്ദൻ നേരത്തെ നിലപാടെടുത്തിരുന്നത്. SFIO അന്വേഷണ വിഷയത്തിൽ വീണയെ പ്രതിരോധിക്കാൻ മാത്രമായി പാർട്ടിയുടെ പേരിൽ പ്രസ്താവന ഇറക്കുകയും ചെയ്തു. ഇതേ വിഷയത്തിലാണ് സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസി കേസെടുത്ത് വീണയെ പ്രതി ചേർത്തിരിക്കുന്നത്. വിവരങ്ങൾ പുറത്തുവരട്ടെ എന്നാണ് NV ഗോവിന്ദൻ അടക്കം നേരത്തെ പറഞ്ഞിരുന്നതും. മകൾ പ്രതിയായതോടെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം എല്ലാ കോണിൽ നിന്നും ഉയർന്നു തുടങ്ങി. KPCC അധ്യക്ഷൻ K സുധാകരൻ രാജി ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. പിന്നാലെ സംസ്ഥാന വ്യാപകമായി പിണറായി വിജയന്റെ കോലം കത്തിച്ച് പ്രതിഷേധിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി M ലിജു അടക്കം പ്രസ്താവന ഇറക്കിയിരുന്നു. മുഖ്യമന്ത്രി ഉടൻ തന്നെ രാജിവെക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും വീണ വിജയന് ഇനിയും ഇതിന്റെ പിന്നിലെ അഴിമതി അന്വേഷിക്കാൻ CBI കൂടി എത്തുമെന്നാണ് വിവരം. CBI കൂടി എത്തുന്നതോടെ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഒന്നിലധികം ഏജൻസികളുടെ റഡാറിൽ തന്നെയാകും ഇനി ഉണ്ടാവുക.